ഇന്നലെ കോഴിക്കോട് സംഭവിച്ച ആ ഒരു ദാരുണമായ സംഭവത്തെക്കുറിച്ചാണ്. കൊയിലാണ്ടിയിൽ കടലിൽ കുളിക്കുന്നതിനിടെ തിരയിൽപ്പെട്ട് മരിച്ച 4 പേരുടെയും സംസ്കാരം ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. കൽപ്പറ്റ സ്വദേശികളായ അനീസ, വാണി, ബിനീഷ്, ഫൈസൽ എന്നിവരാണ് ഇന്നലെ തിരയിൽപ്പെട്ട് മരിച്ചത്. വിവരങ്ങളുമായി സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരുന്നു. സമീർ, 4 പേരുടെ മരണ വാർത്ത ഇന്നലെ നമ്മളത് വാർത്ത കേട്ട് ഞെട്ടിയതാണ്. തിരയിൽപ്പെട്ട് 4 പേരുടെ മരണം സംഭവിക്കുക, വേലിയിറക്ക സമയത്ത് പെട്ടെന്ന് കടലിലേക്ക് അകത്തോട്ട് പോയ അല്ലെങ്കിൽ കുറച്ചുകൂടെ ദൂരത്തേക്ക് പോയ ആൾക്കാരാണ് ഈ അപകടത്തിൽ പെട്ടെന്ന് തിരയടിച്ച് കയറുകയായിരുന്നൊക്കെ ഇന്നലെ ദൃക്സാക്ഷിയായ ജിൻസി 24 തന്നെ പറഞ്ഞിരുന്നു ഈ അപകടം എങ്ങനെ ഉണ്ടായെന്നുള്ളത്. ഇന്നിപ്പോൾ സംസ്കാരം നടക്കുന്ന 4 പേരുടെ എന്താണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രജിൻ. അതിദാരുണമായ സംഭവമാണ് ഇന്നലെ ഉച്ചയോടുകൂടെ ഉണ്ടായത്. വയനാട് കൽപ്പാറ്റയിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികൾ അപകടത്തിൽപ്പെടുകയായിരുന്നു. കൊയിലാണ്ടി ബീച്ചിൽ വെച്ചുകൊണ്ടാണ് ഈ അപകടമുണ്ടായത്. 26 അംഗ സംഘമാണ് ബീച്ചും അതുപോലെ തന്നെ വിവിധ ഇടങ്ങളിൽ സന്ദർശിക്കാനായിക്കൊണ്ട് വിനോദസഞ്ചാരികളായി എത്തിയത്. അവരിൽ 26 പേരിൽ 5 പേരാണ് കുളിക്കാൻ ഇറങ്ങിയത്. അതിൽ 4 പേർക്കാണ് ദാരുണമായ അന്ത്യം സംഭവിച്ചത്. ആ 4 പേരുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 10 മണിയോട് കൂടിയായിരിക്കും അതിൽ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുക. അതിനുശേഷം പോസ്റ്റ്മോർട്ടം പൂർത്തീകരിക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. തുടർന്ന് കൽപ്പറ്റയിലേക്ക് കൊണ്ടുപോകും. ഒപ്പം തന്നെ രക്ഷപ്പെട്ട ജിൻസിയുടെ ആരോഗ്യനില കാര്യമായ പുരോഗതിയുണ്ട് എന്നുള്ള ആശ്വാസകരമായ കാര്യം കൂടി വരുന്നുണ്ട്. അവർ ഇന്നലെ കൊയിലാണ്ടിയിൽ പ്രാഥമികമായിട്ടുള്ള ചികിത്സ നൽകി അതിനുശേഷം കൽപ്പറ്റയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്ന് ആശുപത്രി അധികൃതർ അറിയിക്കുന്നുണ്ട്. ഈ അപകടത്തിനിടയാക്കിയ ഒരു കാരണം ജിൻസി തന്നെ 24 പങ്കുവച്ച കാര്യമാണ്. വളരെ വേഗത്തിൽ കടൽ ഉൾവലിയുന്നു, ശക്തമായ രീതിയിൽ അത് തിരയടിക്കുകയും ചെയ്യുന്നു. ആ വേളയിലാണ് ഈ 5 പേരും വെള്ളത്തിൽ അകപ്പെട്ടത്, തിരയിൽ അകപ്പെട്ടത് എന്ന കാര്യമാണ് അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള മുൻകരുതലൊക്കെ തന്നെ നൽകിയിരുന്നു, അവർക്ക് മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിരുന്നു എന്നും പക്ഷേ അപകടത്തിൽപ്പെടുകയായിരുന്നു എന്ന കാര്യം കാനത്തിൽ ജമീല MLA ഉൾപ്പെടെയുള്ളവരും പറയുന്നുണ്ട്. എന്തായാലും അതിദാരുണമായിട്ടുള്ള സംഭവമാണ്. 5 പേരാണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ 4 പേർക്കും മരണം സംഭവിച്ചു എന്നുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത്. ഇന്ന് 10 മണിയോട് കൂടിയായിരിക്കും അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക. തുടർന്ന് മറ്റ് നടപടികളിലേക്ക് അവരുടെ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും. പിന്നീട് കൽപ്പറ്റയിലേക്ക് കൊണ്ടുപോകും. ക്രിസ്റ്റീന, പ്രജിൻ. ശരി, സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.